ചേർന്ന് അൻവർ പാലേരിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ദോഹയിൽ നിന്നാണ് തത്സമയം ഖത്തറിലെ ദോഹയിൽ നിന്ന് അൻവർ പാലേരി ചേരുകയാണ്. അൻവർ, ഈ ആകാശത്ത് കണ്ട പൊട്ടിത്തെറി അത് ഈ അൽ ഉദൈദ് വ്യോമതാവളത്തിനുള്ള എയർ ഡിഫൻസ് അല്ലെങ്കിൽ എയർ സെക്യൂരിറ്റി മെഷേഴ്സ് ഈ ഡ്രോണുകളെ തടുത്തതാണ് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടത് അൽ ഉദൈദിൻ്റെ എയർബേസിനുള്ള എയർ ഡിഫൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവ് ആയതാണ്, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിച്ചതാണ് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ അൽ ജസീറയിൽ നിന്നൊക്കെ വരുന്നു. ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ മിനിറ്റുകളിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴും ഈ ഡ്രോണുകൾ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാഗ്രതാ സാഹചര്യം ഇപ്പോഴുണ്ടോ നിലവിൽ? ഗോകുൽ, നിലവിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നിശബ്ദമായിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ദൃശ്യങ്ങളും കാണാൻ കഴിയുന്നില്ല. ആളുകളും കുറെയൊക്കെ മടങ്ങി തുടങ്ങി. ഈ പറഞ്ഞതുപോലെ ദോഹ എന്ന് പറയുന്നത് ദോഹയുടെ ഖത്തറിന്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ്. ഇതൊരു ചെറിയ സ്ഥലമാണ്. ഖത്തർ തന്നെ വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് ആകാശത്ത് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ എല്ലാവർക്കും ദോഹയിൽ നിന്ന് അല്ലെങ്കിൽ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത് കാണാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദമായിട്ടുണ്ട്. പക്ഷേ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നും ആളുകൾ വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ഗവൺമെന്റിൽ നിന്നുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകൾ ലഭിക്കും. ആ അറിയിപ്പുകൾ അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഇതിന് തൊട്ടുമുമ്പ് ഖത്തർ വ്യോമപാത അടച്ചത്. വിമാനങ്ങൾ ഖത്തർ ഭരണകൂടം പറഞ്ഞത്, വിദേശകാര്യ മന്ത്രാലയം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മണ്ണും ഇവിടെയുള്ള മനുഷ്യരുമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം, അവരുടെ സുരക്ഷയാണ് പ്രധാനം, അതിന് ഏത് തരത്തിലുള്ള സുരക്ഷാ നടപടികളും സ്വീകരിക്കാൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസവും. എന്തായാലും ഈ ഖത്തറിനെതിരെ തുടർച്ചയായ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്നൊന്നും എന്തായാലും ജനങ്ങളും ഇവിടെയുള്ള ആളുകളും ഭരണകൂടവും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഗോകുൽ, അൻവർ, ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഇറാൻ ഇസ്രയേൽ ആക്രമണമാണ്. ഇറാനിലേക്ക് നിരന്തരം അവരുടെ ആണവ കേന്ദ്രത്തിലേക്ക് തകർത്തു എന്ന് അമേരിക്കയും ഇസ്രയേൽ അവകാശപ്പെടുന്ന ഫോർദോ ആണവ കേന്ദ്രത്തിലേക്ക് ഇന്നും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. നിരന്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ പോലും ഈ GCC രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ, സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷം പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഈ വിഷയത്തിലൊന്നും ഉണ്ടാകുന്നില്ല എന്ന ഘട്ടത്തിൽ കൂടിയാണോ ഇറാൻ ഈ ഖത്തറടക്കമുള്ള രാജ്യങ്ങളെ കൂടി ഈ സംഘർഷത്തിലേക്ക്, ഈ സംഘർഷത്തിന്റെ ചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്, അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങുന്നത്? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം ഖത്തർ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഇന്നലെ UAE ഭരണാധികാരിയും ഖത്തർ ഭരണാധികാരിയും സൗദി ഭരണാധികാരിയും ഒക്കെ ടെലിഫോണിൽ ദീർഘനേരം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഏത് തരത്തിലുള്ള നടപടികളാണ് ഇനി ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ഒരു ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് അവരുടെ സുരക്ഷയാണ്, അവരുടെ രാജ്യമാണ്. അതിന് പോറലേൽക്കുന്ന ഒരു കാര്യത്തിനും എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ നിൽക്കില്ല. പിന്നെ ഇറാനുമായും അമേരിക്കയുമായും എല്ലാം നല്ല രീതിയിൽ ഒരു സമവായത്തിന്റെ രീതിയിൽ പോകുന്ന രാജ്യങ്ങളാണ്. എന്നാൽ പോലും ഇറാനെ പിന്തുണച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് ശരിയല്ല. ഈ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അത്തരം ഒരു ത്തിന്റെ അധികാരത്തെ ആക്രമിച്ചുകൊണ്ട്, കടന്നാക്രമിച്ചുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരം ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് അങ്ങേയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു സമീപനമാണുള്ളത്. പക്ഷേ ഗോകുൽ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടികൾക്ക് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. കാരണം ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, ഈ ആക്രമണ സമയമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ വരുന്ന സമയത്ത് പല വിവരങ്ങൾ വരുന്നു. അതിൽ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഈ എയർപോർട്ടുകൾ ഏതെങ്കിലും അടച്ചതായുള്ള സ്ഥിരീകരിച്ച വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം 2 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. ഒന്ന് ദോഹ എയർപോർട്ട്, അതുപോലെ ഒരു പഴയ ദോഹ വിമാനത്താവളം. വിമാനത്താവളം അടക്കുക എന്നുള്ളതല്ല, വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചു എന്നതിന്റെ അർത്ഥം വിമാനത്താവളം താൽക്കാലികമായി അടക്കുന്നു എന്ന് തന്നെയാണ്. അതിലപ്പുറത്ത് മറ്റെന്തെങ്കിലും വിവരങ്ങളോ വിശദീകരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഗൂഗിൾ
സ്വാഭാവികമായിട്ടും മലയാളികൾ ഏറെയുള്ളൊരു പ്രദേശമാണ് ഈ ദോഹ അടക്കമുള്ള ഖത്തറിലെ മറ്റിടങ്ങളൊക്കെ തന്നെ. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇവിടെ മലയാളികൾക്ക് ആശങ്കയുണ്ടാകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അവിടുത്തെ മലയാളികളൊക്കെ ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാകുമല്ലോ, അവരൊക്കെ എന്താണ് പറയുന്നത്? നമുക്ക് ലഭിക്കുന്ന അങ്ങനെ ആശങ്കയൊന്നും ഇല്ല എന്നാണ് അവിടുത്തെ മലയാളികൾ പറയുന്നത്. ഇല്ല, ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾക്ക് പെട്ടെന്ന് ഇത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഒരു ആശങ്കയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് വലിയ രീതിയിൽ ദോഹയ്ക്ക് ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നോ അതൊരു വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്നോ അത്തരം ചിന്തകളും പേടിയും ആശങ്കകളൊന്നും ഖത്തറിലെ ഞാനിപ്പോ താഴെ ഇറങ്ങി തന്നെ നിരവധി ആളുകളുമായി സംസാരിച്ചിരുന്നു. പക്ഷെ അവർക്കൊന്നും അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തർ ഗവൺമെന്റ് ഭരണകൂടത്തിൽ അവർക്ക് വലിയൊരു വിശ്വാസമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവർ ഒരുക്കും എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അത് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം അത് വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനവും ഖത്തർ എടുക്കില്ല, അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും എടുക്കില്ല. സമവായത്തിന്റെ രീതി തന്നെ ആയിരിക്കും എപ്പോഴും സ്വീകരിക്കുക. അതിന് ഏത് രീതിയിൽ ഇറാനെ ആയാലും അമേരിക്കയെ ആയാലും ഇസ്രായേലിനെ ആയാലും ഏത് രീതിയിൽ ഒരു മേശക്ക് ചുറ്റുമിരുത്തി ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്ന രീതി സ്വാഭാവികമായും നേരത്തെയും ഖത്തറിനില്ല. കാരണം അതുകൊണ്ടാണ് ഖത്തർ പലപ്പോഴും പല അന്താരാഷ്ട്ര സംഘർഷങ്ങളിലും യുദ്ധമേഖലകളിലും എല്ലാവരുമായി ഒരു സഹവർത്തിത്വത്തിൽ പോവുകയും ഒരു നയതന്ത്ര ചർച്ചകളിലേക്ക് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള വല്ലാത്തൊരു കഴിവ് നേരത്തെ തന്നെ ഖത്തർ തെളിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇറാനുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ഖത്തറിന് തീർച്ചയായും അതിന് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇറാന് തങ്ങളുടെ ശക്തി, തങ്ങളുടെ അവരുടെ ആ രാജ്യത്തിന്റെ ഒരു ലോയാലിറ്റി അത് തെളിയിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ആക്രമണങ്ങൾ, ഇത്തരം പേടിപ്പിക്കലുകൾ, ഭീഷണികൾ എല്ലാം തീർച്ചയായും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആത്യന്തികമായി ഗൾഫ് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോറലുണ്ടാവുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഗൾഫ് രാജ്യങ്ങൾ എടുക്കില്ല. അതുപോലെ തന്നെ ഇറാനും അമേരിക്കയും ഒക്കെയായി നിലനിൽക്കുന്ന നല്ല ബന്ധം ഇപ്പോഴും ഉള്ളതുകൊണ്ട് തീർച്ചയായും ഒരു അനുരഞ്ജനത്തിലേക്ക് ഇത് എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.